കുറ്റവാളികളുടെ പ്രായശ്ചിത്തം തൗബയാണ്. പക്ഷെ കുറ്റവാളികൾക്ക് മാത്രം ചെയ്യാനുള്ള കാര്യമല്ല. അത് അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു വലിയ പ്രത്യേകതയാണ്. ഈ സ്വർഗലോകത്ത് വെച്ചിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞെന്താ? ഫലാ തഖ്റബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ. നിങ്ങൾ ആ മരത്തിൻ്റെ നേരെ അടുക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ളാലിമീങ്ങളിൽ പെട്ടുപോകും. ഫഅസല്ലഹുമ ശൈത്താനു അൻഹ. ആ മരം എന്താണ് എന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരിച്ചറിയാതെയാക്കി ശൈത്താൻ. അങ്ങനെ അവർ ആ മരത്തിലെ പഴം കഴിച്ചു. എന്തായിരിക്കും അവസ്ഥ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത സന്തോഷത്തിലാണ്. സ്വർഗത്തിലുള്ളത് അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹുവിനെ കണ്ട്, മലായിക്കത്തിനെ കണ്ട് അത്യാനന്ദത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഈ അത്യാനന്ദത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചിട്ട് ഈ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. എന്താ ആഗ്രഹം? ഇത് വലിയൊരു ആത്മീയ വിദ്യാഭ്യാസമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്താ? നഷ്ടബോധം എന്താ? മനുഷ്യൻ പ്രവർത്തിക്കുന്ന മൂല കാരണം എന്താ? ഒന്ന്, കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുമോ എന്ന ഭയം. രണ്ട്, കൂടുതൽ സമ്പാദിക്കണമെന്ന ആഗ്രഹം. ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ ജീനിലുള്ളതാ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പച്ചയായ മനുഷ്യനാ. അത് മലായിക്കത്തിൻ്റെ ജീനിലില്ല. പിന്നെ ശുദ്ധരാക്കപ്പെട്ട മനുഷ്യന്മാരുടെ ജീനിൽ അത് മാറ്റപ്പെടും. അപ്പം എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ജനിതകമായ വർഗശാസ്ത്രപരമായ മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? ഒന്ന്, കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുമോ എന്ന് പേടി. രണ്ട്, കൂടുതൽ സമ്പാദിക്കണമെന്ന, കൂടുതൽ കിട്ടണമെന്ന ആഗ്രഹം. ഈ കാര്യം ഇതുള്ളതുകൊണ്ടാണ് ലോകം സഞ്ചരിക്കുന്നത്. വീടും പറമ്പും നഷ്ടപ്പെടുമോ എന്ന ഭയം, കൂടുതൽ ബംഗ്ലാവുകൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹം. ഈ നഷ്ടപ്പെടുമോ എന്ന ഭയവും നേടിയെടുക്കണമെന്ന ആഗ്രഹവുമാണ് മനുഷ്യവംശത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് പോകാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്നിട്ട് എന്ത് ഇബ്ലീസ് പറഞ്ഞു? നിങ്ങൾക്ക് ഈ സൗകര്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെടാം. എന്തുകൊണ്ട്? അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയുന്ന കാര്യമാണ്. കാരണം ഇന്നി ജായിലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ വെക്കുകയാണ്. മലക്കുകളുടെ മറുചോദ്യം, അത്തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയുസ്ഫികു ദിമാ. ഇങ്ങനെ അക്രമം ഉണ്ടാക്കുന്ന, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന, വെട്ടിപ്പിടിക്കലുകൾ ഉണ്ടാക്കുന്ന ഒരു വലിയ സമൂഹത്തെ നിങ്ങൾ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണോ? ഭൂമിയുടെ ഖിലാഫത്ത് അവർക്കാണോ നൽകുന്നത് എന്ന മലക്കിൻ്റെ മറുചോദ്യം. ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത എനിക്കറിയാലോ എന്ന അള്ളാഹുവിൻ്റെ ഗൗരവത്തിലുള്ള മറുപടി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന മലക്കുകളുടെ കീഴടങ്ങൽ. ഇനിയൊന്നുമില്ല, എന്തോ കുറച്ച് അറിവ് ഞങ്ങൾക്ക് തന്നു, അത് വെച്ച് ഞങ്ങൾക്കിത് മനസ്സിലായി. ഇതിൻ്റെ അപ്പുറം ഒരു അറിവുണ്ട്, ഞങ്ങൾക്കതറിയില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, എന്തോ കുറച്ച് പഠിപ്പിച്ചു, അതാ ഞങ്ങൾക്കറിയൂ, അതിലപ്പുറമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം ഈ ചർച്ചയുടെയൊക്കെ കേന്ദ്ര ബിന്ദു അല്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പം ആദം നബിക്കുള്ള ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തായിരിക്കണം? ഭൂമിയുടെ ഖിലാഫത്ത് ഏറ്റെടുത്ത് ഈ ഷഹാദയുടെ, അള്ളാഹുവിനെ നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ ആ സുഖം നഷ്ടമാകുമെന്ന പേടി ആർക്കുണ്ട്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. തിരിഞ്ഞോ? അപ്പോൾ ഇബ്ലീസ് ആദ്യം മനുഷ്യനെ ജനിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് പഠിച്ചോളണം. ആഗ്രഹമാണ്. ഇബ്ലീസ് അന്നേ പറഞ്ഞതല്ലേ, ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ചർച്ചയുടെ അവസാനത്തിൽ ഉമന്നിയന്നഹും, ഞാൻ അവർക്ക് മോഹങ്ങൾ ഉണ്ടാക്കും, വല ഉഗബിയന്നഹും, ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും, ഇല്ലാ ഇബാദക മിൻഹും സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാതെ മുഴുവനും ഞാൻ വഴിപിഴപ്പിക്കുമെന്ന് ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇബ്ലീസ് എങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് കയറി വന്ന് സ്വാധീനം ചോദിച്ചാൽ അർത്ഥം ഇത്രയാണ്:
ഈ ലോകം നഷ്ടപ്പെടുമോ എന്ന് പേടി. കുറേ കാലം കൂടി അള്ളാഹുവിനെ കണ്ടിങ്ങനെ ഇരിക്കണമെന്ന മോഹം. ഇതില്ലാത്ത മനുഷ്യനുണ്ടാവോ? നിങ്ങളുടെ അഭിപ്രായത്തിലുണ്ടാവോ? സ്വർഗലോകത്ത് ഇങ്ങനെ വന്നിരുന്ന് അള്ളാഹുവിനെയും കണ്ട് എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ലഹുമായ ഷാഊന എന്ത റബ്ബിയും എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇങ്ങനെ വരിക. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ അത് നിലനിൽക്കണമെന്ന ആഗ്രഹം ആർക്കുണ്ടായി? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി. ഈ ആഗ്രഹത്തിനെയാണ് ഇബ്ലീസ് കടന്നു പിടിച്ചത്. അല അദുല്ലുകുമാ ഷജറത്തൽ ഖുൽദി, ഈ പഴം കഴിച്ചാൽ എന്നും ഇവിടെ താമസിക്കാൻ പറ്റുന്ന പ്രകൃതിയായി മാറുന്ന ഒരു പഴം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടെ. ലോകത്ത് ഇപ്പോൾ എല്ലാവരും പ്രശ്നം അതാണ്. കാരണം സൗന്ദര്യമില്ലാത്ത ഒരാളത്ത് പോയിട്ട് ചോദിക്കുകയാണ്, നീ വെളുത്ത് തുടിച്ച് സുന്ദരനാകുന്ന ഒരു മരുന്ന് പറഞ്ഞിട്ടെ. എന്താ പറയുക? ആ പറയും. മനുഷ്യന്മാർക്കൊന്നും കിട്ടിയത് പോരല്ലോ. നീ ഒരു ചിരഞ്ജീവിയായി വർഷങ്ങളോളം ജീവിക്കാൻ പറ്റിയ ഒരു വൃക്ഷമുണ്ട്, ഞാൻ പറഞ്ഞിരട്ടെ എന്ന് വെച്ചാൽ ആ പറയും. അതിന്നും കേൾക്കുന്ന കാര്യമാണ്. മനുഷ്യൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന കാര്യമാണ്. ഈ മരണഭയത്തെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ലോകത്ത് പല മെഡിസിൻ സംവിധാനവും നിലനിൽക്കുന്നത്. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത് ഷജറത്തുൽ ഖുൽദിനെ കാട്ടിത്തരട്ടെ എന്നാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അത് ആ പഴം കഴിച്ചു. അപ്പം ഇത് മനുഷ്യപ്രകൃതി, മനുഷ്യൻ മലക്കുകളെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വർണ്ണമുണ്ട്. വർണ്ണത്തിൽ പ്രധാനം ആദം എന്ന പദം ആണ്. ആദം എന്ന വാക്കിൻ്റെ അർത്ഥം കറുപ്പ് എന്നാണ്. ആദം എന്ന ഭാഷയുടെ പദത്തിൻ്റെ അർത്ഥം, അറബി ഭാഷയിൽ ആദം എന്ന് എഴുതിയാൽ ആ പദത്തിൻ്റെ അർത്ഥം കറുത്ത വസ്തു എന്നാണ്. ആദം നബി കറുത്ത ആളായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിക്കുന്നത് ആനുപാതികമായിട്ടാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട അജിസാമുൻ നൂറാനിയായ മലായിക്കത്തുകൾക്കിടയിൽ മാംസമുള്ള മനുഷ്യൻ നിൽക്കുമ്പോൾ കറുത്ത ആൾ തന്നെയാണ്, അല്ലേ? അങ്ങനെയാണ് ആദം നബിക്ക് ആദം എന്ന് പറഞ്ഞത്, കറുത്തത്. കാരണം അവിടെ ഉള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ 100 കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളാണ്. അവർക്കിടയിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ആദം കറുത്ത മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രകൃതി, ഈ ഇതൊക്കെ ഒന്ന് മാറണം. മലക്കുകളെ പോലൊക്കെ ഒന്ന് വെളുത്ത് ഇത് പ്രകാശമായി ഇവിടുന്ന് പുറത്തു പോകാതെ എപ്പോഴും അള്ളാനെ കണ്ടിങ്ങനെ ഇരിക്കണം. ഇത് നമ്മളെ വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതേ പ്രകൃതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. നമുക്കൊക്കെ ആ പ്രകൃതി ഉണ്ട്. നമ്മൾ മനുഷ്യപ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തരല്ല. സൂഫി മഹാന്മാരെ നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് അവർ കച്ചവടത്തിന് പോകാത്തത്? ഒരു ഭൗതികതയെ ഒഴിവാക്കിയിട്ട് എന്താണ് അവരെങ്ങനെ ജീവിക്കുന്നത്? മുഷാഹദ നഷ്ടപ്പെടുമെന്ന പേടിയാണ്. അവർ അള്ളാഹുവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നഷ്ടമാകും. കച്ചവടത്തിന് പോയാലും കൃഷിക്ക് പോയാലും മറ്റുള്ള കാര്യങ്ങൾക്ക് പോയാലും ഒരു വേള ജമാഅത്തിന് പോയാലും ജുമാക്ക് പോയാലും ഇത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ആ മസ്താന്മാർ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഐറ്റിങ്ങളെ ഷറയൊക്കെ അന്വേഷിച്ച് പോയിട്ട് കുറേ ആളുകൾ വേണ്ടാത്ത ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ മംഗലാപുരത്തെ മൗലാന ഖലീഫയായ ചെറുകോഞ്ഞിക്കോയത്തങ്ങളെ മുരീദാണ് ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ഈ അവസ്ഥയിലാണ്. ആദം നബീനെ അന്ന് കണ്ട അവസ്ഥയിലാണ്. ഒരുപാട് പ്രാവശ്യം കണ്ട ആളാണ്. ഒരുപാട് ഇൽമി നമുക്ക് തന്ന ആളാണ്. മുമ്പ് ആ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്താ കിടക്കണത്? എഴുന്നേൽക്കാൻ വയ്യായിട്ടാണോ? അല്ല. നടക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല. എന്നാ ദർശനത്തെ ഇൽമില്ലായിട്ടാണോ? വലിയ ആലിമാണ്. എന്താണ് അദ്ദേഹം പ്രസംഗിക്കാത്തത്? അദ്ദേഹം മഹാപ്രഭാഷകനായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുസംഘാടകനായില്ല? അദ്ദേഹം വലിയ സംഘാടകനായിരുന്നു. 40 ദിവസം 60 ദിവസമൊക്കെ വേദ പറഞ്ഞതിൻ്റെ ആളാണ്. പുത്തമ്പസ്ഥാനത്ത് നല്ലവണ്ണം ഗണ്ണിച്ചിരുന്ന മഹാനായ പ്രഭാഷകനാണ്. ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ അക്കാലത്ത് റാങ്ക് വാങ്ങിയ ആളാണ്. വലിയൊരു പണ്ഡിതൻ്റെ മകനാണ്. ശംസുലുലമ എ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ബഗയിൽ എളാമയുടെ മകനാണ്. ശംസുലുലമ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, ഗുരുവാണ്, ഉസ്താദാണ്. പിന്നെന്തേ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മറന്നു കിടന്നു?
വിഷയം ഈ ആദം നബിയോട് പറഞ്ഞ വിഷയമാണ്. ഖുൽദ് നഷ്ടമാകുമെന്ന പേടിയാണ്. മുഷാഹദ നഷ്ടപ്പെടുമെന്ന് പേടിച്ചപ്പോൾ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ നിന്ന് കണ്ണെടുക്കാനാവാതെ വന്നപ്പോൾ, ഒരേ സ്ഥലത്ത് മാത്രം അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം ആ വലിയ മനുഷ്യന് കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പരിസരത്തെ മറന്നുപോയിട്ടുണ്ട്. ആരെങ്കിലും വന്നാൽ, ആരും വരാതിരിക്കട്ടെ എന്ന് മോഹിക്കണു. ആരെങ്കിലും വന്നാൽ ഒരു വേറെ വേദന വന്നാൽ മാറി പോയിക്കോ, നിങ്ങൾക്ക് പോകാം. നിങ്ങളവിടെ നിൽക്കണമെന്നാണ് അസ്വസ്ഥത. ഒരു മനുഷ്യനെ അതിഥിയെ സൽക്കരിക്കണം, സ്നേഹിക്കണം. മുസ്ലിമായ മനുഷ്യൻ വന്നാൽ അയാളെ ആദരവോട് കൂടി സ്വീകരിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഈ പ്രയാസം വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയും നിങ്ങൾക്ക് പോകാം, നിങ്ങളിവിടെ നിൽക്കണ്ട എന്ന് അപ്പം പറയും. ഈ പലരും നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വന്ന കാര്യം പറയാം. ഈ അവസരം കിട്ടൽ പലപ്പോഴും, ഈ സന്ദർശകർക്ക് അവസരം കിട്ടൽ പലപ്പോഴും അദ്ദേഹം നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞതിന് ശേഷമാണ്. എന്താ പേര്? ഇസ്മായിൽ, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് വേറെ വേദന ഉണ്ടെന്ന് പറയാം. അർത്ഥം ഏത് സന്ദർശനവും ഏത് ശബ്ദം പോലും അദ്ദേഹത്തിന് അരോചകമാണ്. അദ്ദേഹം ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ജീവിച്ച മനുഷ്യന്മാർ, അങ്ങനത്തെ ഒരുപാട് മസ്താന്മാർ, ഒരുപാട് ആരിഫീങ്ങൾ, ഒരുപാട് സ്വാലിഹീങ്ങൾ, ഒരുപാട് മഹാന്മാരായ മശായിഖന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അവരെയും ഭീതിപ്പെടുത്തിയ കാര്യം എന്താ? ആദം നബിയെ എന്താണോ ഭീതിപ്പെടുത്തിയത് അത് തന്നെയാണ്. എന്താ ആദം നബിയെ ഭീതിപ്പെടുത്തിയത്? ഈ മുഷാഹദയുടെ ഖുൽദ് നഷ്ടപ്പെടുമോ എന്ന ഭയം. ഭൂമിയിൽ വെച്ച് ആ അസ്വസ്ഥതയാണ് ഈ മസ്താന്മാർക്ക് ഉണ്ടാകുന്നത്. ചില ആളുകളെ അവരെ ഭ്രാന്തന്മാരാക്കിയും അവരെ ഭൗതിക വിരക്തരാക്കിയും അവരെ മറ്റെന്തോ ഒരു പ്രത്യേക വിഭാഗമാക്കിയൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. മജ്ദൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്ക് വലിച്ചടിപ്പിക്കപ്പെട്ടവനെന്നാണ്. മനുഷ്യപ്രകൃതിയുടെ വിരുദ്ധമായി സാധിക്കാത്ത കാര്യം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് വലിച്ചടിപ്പിച്ചവൻ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് എത്തിച്ചവൻ, അള്ളാഹുവിനെ കണ്ടിരിക്കുന്നവൻ. അപ്പോൾ ജന്നത്ത് രണ്ടെണ്ണുണ്ട്. ഒന്ന് ജന്നത്തുൽ ഖുൽദാണ്. അത് മരണത്തിന് ശേഷം ഒരു മനുഷ്യന്റെ അയമാലുകളൊക്കെ തൂക്കപ്പെട്ടിട്ട് കിട്ടുന്ന സാധനമാണ് ജന്നത്തുൽ ഖുൽദ്. മറ്റൊരു സാധനമുണ്ട് ജന്നത്തുൽ വസൽ. നമ്മൾ അല്ലഫൽ അൽഫിൽ ഷെയ്ഖ് സുലൈമാൻ കാഹിരി ഒരു ബേത്തുണ്ട്, ദും ദവാമദ് ദഹിരി ദായിമൽ ഹുലൂരി വശുഹൂദ്. ദും, നീ നിത്യമാവുക. ദും ദവാമദ് ദഹിരി, കാലം മുഴുവനും. ദും ദവാമദ് ദഹിരി ഫിൽ ഹുലൂരി വശുഹൂദ്, കാലം ഒക്കെയും നീ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ഹുലൂറിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഷുഹൂദിലായിത്തീരുക. തിരിഞ്ഞോ? എല്ലാ സമയത്തും നിന്റെ ഹയാത്തുള്ളപ്പോഴൊക്കെ, നീ ജീവനുള്ളപ്പോഴൊക്കെ ദും ദവാമദ് ദഹിരി ദായിമൽ ഹുലൂരി വശുഹൂദ്, ഒന്നുകിൽ നീ ഹുലൂറിലാകുക അല്ലെങ്കിൽ ഷുഹൂദിലാവുക. ഹുലൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഷുഹൂദ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയോടൊപ്പം തന്നെ കൺകാഴ്ചയായ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഉണ്ടാകുന്ന അവസ്ഥ. കാണില്ല, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക ഖാല റസൂലുള്ളാഹി. അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പറഞ്ഞു? അൻ തഅബുദല്ലാഹ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ കാണുന്നത് പോലെ. ഇതാണ് ഷുഹൂദ്. ഫഇൻ ലം തകുൻ തറാഹു, അള്ളാഹു നിന്നെ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഹുദൂർ. അപ്പൊ ഒന്നുകിൽ ഹുദൂറിന്റെ അല്ലെങ്കിൽ ഷുഹൂദിന്റെ അവസ്ഥയിൽ നീ നിത്യമായി നിൽക്കുക. അങ്ങനെ വന്നാൽ ദുംത ഫീ ജന്നാതി വസ്ലി ഹലത്തിൽ അബ്ദാലിദാൽ, ദുംത ഫീ ജന്നാതി വസ്ലി, നീ ദിവ്യ സാമീപ്യത്തിന്റെ സ്വർഗത്തിൽ, വസ്ലിന്റെ സ്വർഗത്തിൽ നിത്യമായി. അപ്പം നിത്യമായി ജന്നത്തുൽ വസ്ലിൽ നിൽക്കണം. എന്ത് വേണം? നിത്യമായ ഹുദൂറും നിത്യമായ ഷുഹൂദും ഉണ്ടാവണം. തിരിയുണ്ടല്ലോ. ഈ അവസ്ഥക്ക് ഭംഗം വരുമെന്ന് ഭയപ്പെട്ടിട്ട് വനാന്തരങ്ങളിൽ അഭയം പ്രാപിച്ച സൂഫികളുണ്ട്.
ഈ അവസ്ഥയ്ക്ക് ശബ്ദം പോലെ അരാജകമായി ആ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് നിശബ്ദമായ വനാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ച മഹാന്മാരായ മനുഷ്യന്മാരുണ്ട്. അത് പലരും മനസ്സിലാക്കുന്നത് പോലുള്ള ഭൗതിക വിരക്തിയോ അല്ലെങ്കിൽ വിവരമില്ലായ്മയോ ഒളിച്ചോട്ടമോ ഒട്ടകപ്പക്ഷി നയോ ഒന്നുമല്ല. അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് അങ്ങനെ പോയി. ഇപ്പൊ കണ്ണാണെങ്കിൽ അടച്ചാൽ മതി, നാവാണെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. പക്ഷെ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു അവയവം നമുക്കുണ്ട്, ചെവി. ഇതിലൂടെ എന്താണ് കയറി വരിക എന്ന് അടുത്ത നിമിഷം നമുക്ക് പറയാൻ കഴിയൂല. ഈ ശബ്ദം പോലും അരോചകമായി തീരുന്ന, ഇഷ്ടപ്പെടാതാകുന്ന സാഹചര്യത്തിൽ ജീവിച്ച ആരിഫീങ്ങളുണ്ട്. അങ്ങനെ കുറേ ആളുകൾ. അള്ളാഹു റബ്ബുൽ ഇസ്സ അവരുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഒരു ആവർത്തനം ഭൂമിയിലുണ്ട്. അതിൻ്റെ ഒരു വലിയ ആവർത്തനം എവിടെയുണ്ടായി? സ്വർഗലോകത്തുണ്ടായി. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഈ പഴം കഴിച്ചു. അത് നുബുവത്തിന് ശേഷമാണോ അല്ലേ ഈ ചർച്ചയും, അത് അമ്പിയാക്കന്മാരെ ഇസ്മത്തിന് എതിരാണോ അല്ലയോ എന്ന ചർച്ചയും സാങ്കേതികമായ അശ്ശരി ഉലമാക്കന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം തെറ്റല്ല. ആദം നബി വലിയൊരു തെറ്റ് ചെയ്തു എന്ന് പറയരുത്. ആദം നബി ഒരു മഅ്സൂമാണ്. അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണ്. അമ്പിയാക്കന്മാർ സാധാ മനുഷ്യന്മാരല്ല. നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സമ്പാദിക്കാൻ പറ്റിയതല്ല. അന്നുബുവത്തു ഹിബത്തുൻ ഇലാഹിയുൻ യഹിബുഹുല്ലാഹു ലിമൻ യശാഉ മിൻ ഇബാദി. എന്താണ് നുബുവത്തിന്റെ നിർവചനം? തഅരീഫ്. അന്നുബുവത്തു ഹിബത്തുൻ ഇലാഹിയുൻ. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന ഒരു സൗജന്യമാണ്. യഹിബുഹുല്ലാഹു ലിമൻ യശാഉ മിൻ ഇബാദി. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവർ കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു വെറുതെ കൊടുക്കുന്ന സാധനത്തിന്റെ പേരാണ് നുബുവത്ത്. ചുരുക്കം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മഅ്സൂമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ കുറ്റവാളിയൊന്നുമല്ല. ആ പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഭൂമിയിൽ വന്നു. അപ്പോഴാണ് അള്ളാഹുവിനോട് അദ്ദേഹത്തിൻ്റെ തൗബയുണ്ടാകുന്നത്. കാരണം അവിടെ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമിന് പറ്റുന്നില്ല സ്വർഗത്തിൽ. സ്വർഗത്തിലെ യൂണിഫോം അനുസരിച്ച് ഔറത്ത് ഈ പഴം കഴിച്ചോടുകൂടി ഔറത്ത് കാണാൻ തുടങ്ങി. പിന്നെ ഈ പഴം കഴിച്ചപ്പോൾ അവിടെ കക്കൂസും മൂത്രപ്പേരൊന്നുമില്ല. അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. അവിടെ സ്ത്രീയും പുരുഷനുമില്ല. സ്ത്രീക്ക് സ്ത്രീയുടെ സ്വഭാവവും പുരുഷന് പുരുഷന്റെ സ്വഭാവം തുടങ്ങി. അപ്പം എന്ത് ചെയ്യും? ഈ സ്വഭാവമാറ്റം വന്നപ്പോൾ നെല്ലൊന്ന് മാറ്റിക്കൊണ്ടുവന്നിട്ട് അതിന് പറ്റിയ സ്ഥലത്തേക്ക് അള്ളാഹു ആദം നബിനെ ഇറക്കി. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായി? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചു. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇതാണ് നമ്മുടെ പോയിന്റ്. ഇവിടെ ഈ ആയത്തേക്കാൾ നമ്മൾ ഇത്ര വിശദീകരണങ്ങൾ തേടി വന്നത്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി ബികലിമാത്തിൻ ഫതാബ അലൈഹി. അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് വഹീകൾ നൽകി. ഫതാബ അലൈഹി. അള്ളാഹു ആദം നബിയുടെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും ആഖിറത്തിൽ മുഅ്മിനീങ്ങളോട് പ്രത്യേകം കരുണ ചെയ്യുന്നവനുമാണ്. അപ്പം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയെ നമ്മൾ സാങ്കേതികമായി പറഞ്ഞാൽ തൗബത്തു തദ്രീബ് എന്നാ പറയാം. എന്താ പറയാ? തൗബത്തു തദ്രീബ്. അത് ഒരു പരിശീലനത്തിൻ്റെ തൗബയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് മക്കളെ നൽകി. നമ്മളൊക്കെ ആദം നബിൻ്റെ മക്കളായി. ഈ കാട് പിടിച്ച ഭൂമിയൊക്കെ കൃഷിയോഗ്യമായി. ഈ അരുവികളൊക്കെ ഉപയോഗിക്കപ്പെടുന്നതായി. ഭൂമിയിൽ ഇപ്പോഴും അസാമാന്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടായി. പള്ളികളുണ്ടായി, ദർസുകളുണ്ടായി, അമ്പിയാക്കന്മാർ വന്നു, വഹയികളുണ്ടായി, ശുഹദാക്കളുണ്ടായി, സിദ്ദീഖുകളുണ്ടായി, സ്വാലിഹീങ്ങളുണ്ടായി. ഇപ്പം എന്തുണ്ടായി? ഒരു തൗബയിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഫലം അത് വളരെ വലുതായി തീരുകയാണെങ്കിൽ ആ തൗബയ്ക്ക് നമ്മൾ പറയുന്ന പേര് തൗബത്തു തദ്രീബ് എന്ന. തൗബത്തു തദ്രീബ്. തദ്രീബിൻ്റെ തൗബ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയുടെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയിൽ നിന്നാണ്
ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തൗബയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ കാണുന്ന ഒരുപാട് പരിവർത്തനങ്ങൾ വന്നു. പക്ഷേ അതിലൊരു പോയിന്റ് ഉണ്ട്. ഒരാൾക്ക് തൗബ ചെയ്യാൻ തോന്നണമെങ്കിൽ അയാളെ തൗബ അള്ളാഹു സ്വീകരിക്കണം. അള്ളാഹു തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഏത് കുറ്റത്തിനും തൗബയുണ്ട്, ഏത് ദോഷത്തിനും തൗബയുണ്ട്. തൗബയുടെ വാതിൽ എല്ലാ സമയത്തും തുറക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ മനുഷ്യരുടെ മുന്നിലും തുറക്കപ്പെട്ടിട്ടുണ്ട്. അത് അടയുന്ന സമയം ഒന്ന് മരണാസന്നനായ സമയമാണ്. തുബ്തുൽ ആനെ ഇന്നമത്തോബുത്തുലില്ലദീന എന്ന് പറഞ്ഞിട്ട് ആയത്തുണ്ട് അവിടെ. അങ്ങനെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ മരണത്തിൻ്റെ ആസന്നനായി, അയാളുടെ കണ്ണുകളൊക്കെ തുറക്കപ്പെട്ടു, അയാൾ മലായിക്കത്തുകളൊക്കെ കാണാൻ തുടങ്ങി. ആ സമയത്ത് അയാൾ പറയാണ് തുബ്തുൽ ആൻ എന്ന് പറഞ്ഞാൽ ആ തൗബ സ്വീകരിക്കപ്പെടില്ല. അയാളുടെ റൂഹ് പിരിയുന്ന അന്തിമഘട്ടം വരെ തൗബയുടെ വാതിൽ തുറന്നതാ. രണ്ടാമത്തൊരു കാര്യം, ഒരു കാഫിറായ മനുഷ്യൻ അയാൾ ഷഹാദത്ത് കലിമ ചെല്ലാതിരുന്നു. മരണമാസന്നമായ സമയത്ത്, റൂഹ് പിരിയുന്ന സമയത്ത് അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അപ്പോൾ ആ ഇസ്ലാം സ്വീകരിക്കൂല, തൗബ സ്വീകരിക്കൂല. മറ്റൊന്ന്, സായത്തിൻ്റെ അലാമത്തുകളിൽ ഏറ്റവും വലുത്, ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകളിൽ വെച്ച് ഏറ്റവും വലുത് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കല. അത് ളുഹറിൻ്റെ വക്ത് വരെ സൂര്യൻ കിഴക്കോട്ട് സഞ്ചരിക്കും. അതോടുകൂടി പിന്നീട് ലോകമില്ല. ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൂറുൽ ഊത്ത് ആരംഭിക്കലായി. ഇപ്പോൾ വേറെ പ്രവണത ഉണ്ട്. എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാലും ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ഒരു രാജ്യം മറ്റു രാജ്യത്തോട് യുദ്ധം ചെയ്താൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ഏതെങ്കിലും ഭൂപ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ഈ അടയാളങ്ങൾ പറഞ്ഞു നടക്കാനാണ് ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യം. ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ അടയാളം ഏതാ? ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളം കഴിഞ്ഞു പോയല്ലേ? എന്താണത്? ഖത്തമുൻ നുബുവ, അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അന്ത്യപ്രവാചകൻ വന്നതോടുകൂടി ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ അടയാളം, ഏറ്റവും വലിയ അടയാളം സംഭവിച്ചു. ഇഖ്തറബ സ്സാഅത്തു വൻശഖൽ ഖമർ. ഖുർആൻ പറഞ്ഞു, മക്ക മുശ്രിക്കീങ്ങൾ പണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് നിങ്ങൾ നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ കാണുന്ന പൂർണ്ണചന്ദ്രനെ 2 പിളർപ്പാക്കണം ഭൂമിയിൽ നിന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭൂമിയെ, ആ ചന്ദ്രനെ 2 പിളർപ്പാക്കി. ഷിഖത്തുൻ അലാ ഹാദൽ ജബൽ വ ഷിഖത്തുൻ അലാ ഹാദൽ ജബൽ. സഹാബത്ത് പറയുന്നുണ്ട്, ഒന്ന് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ, മറ്റൊന്ന് ജബൽ കഅബയുടെ മുകളിൽ. ഈ 2 വേർതിരിച്ചു. ആ സംഭവത്തെ ഖുർആൻ പറയുന്നുണ്ട്, ഇഖ്തറബ സ്സഅ, ഖിയാമത്ത് നാൾ വളരെ അടുത്തെത്തി. എന്താ കാരണം? വൻശഖൽ ഖമർ, ചന്ദ്രനെ നിമിതങ്ങൾ 2 പിളർത്തി. അപ്പോ ഇത് പറഞ്ഞ് നടക്കുന്ന രീതിയുണ്ട്, അത് വേറൊരു കേസാണ്. നമ്മളിപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുക. ഇനി ഖിയാമത്ത് നാൾ ആയി നോക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബി ചോദിച്ചു, മത്ത സഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹു നബിയെ എപ്പോഴാ ഖിയാമത്ത് നാൾ? ആൾക്കാർക്കൊക്കെ ചർച്ച ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഖിയാമത്ത് നാൾ ഇന്നും നാളേറ്റ് വരും എന്ന് പ്രസംഗിക്കലാ. അപ്പോൾ ഈ ചോദ്യം ഒരു സഹാബി നബിയോട് ചോദിച്ചു, മത്ത സഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ഒരു അസ്വസ്ഥനായ മനുഷ്യന്റെ ചോദ്യമാണ്. മത്ത സഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ?
അള്ളാഹിൻ്റെ ഹബീബ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മാതാ അഅത്തലഹ, ഖിയാമത്ത് നാൾ എപ്പോഴോ സംഭവിക്കട്ടെ. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അങ്ങയോട് അവർ ചോദിക്കുന്നു നബിയെ. അന്ന് മുതൽ മനുഷ്യന്റെ ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാഫിരീങ്ങളായ ആൾക്കാരും ചോദിക്കും മത്തസ്സാ, മുസ്ലിമീങ്ങളും ചോദിക്കും മത്തസ്സാ. ഇപ്പം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ് മത്തസ്സാ എന്നല്ലേ. അപ്പോൾ ഈ ചോദ്യം നബിയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാതാ അഅത്തലഹ, ഖിയാമത്ത് നാൾ എപ്പോഴോ സംഭവിക്കട്ടെ. ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ എന്തായിരിക്കും നിന്റെ കയ്യിലുള്ള ശേഷിപ്പ്? അള്ളാഹിനെ കാണുമ്പോൾ കൊടുക്കാൻ പറ്റിയത്, അള്ളാഹിനെ കാണുമ്പോൾ നിന്നെ രക്ഷിക്കാൻ കഴിയുന്നത്, നിനക്ക് സ്വർഗം തരുന്നത്, നിനക്ക് പാപമോചനം തരുന്നത് എന്താ കയ്യിലുള്ളത്? അബി സഹാബി അപ്പം അത് അയാൾ പ്രവൃത്തിയിലേക്ക് മടങ്ങിയല്ലോ. അള്ളാഹിൻ്റെ പ്രവൃത്തിനെ പറ്റി ചോദിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. അത് ആ ചോദ്യത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്നാൽ തിരുനബി ചോദിച്ച ചോദ്യം മാതാ അഅത്തലഹ, നീ അതിനു വേണ്ടി എന്തു ചെയ്തു? അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങളുടെ കഥ പറഞ്ഞിട്ട്, ഫിലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ കഥ പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ സുഖാ. എന്താ വരി, നമുക്കൊന്ന് ഫിലസ്തീനിലേക്ക് പോവാ, അല്ലെങ്കിൽ സിറിയയിലേക്ക് പോവുക, ഒരു ജിഹാദിൽ ഷഹീദായ എത്ര കൂലിയുണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കാൻ അപ്പാലുണ്ടാവില്ല. ഇതേപോലെ മത്തസായ ചോദ്യത്തിന് ആളുണ്ടാവും. തിരുനബിയുടെ മറു ചോദ്യം മാതാ അഅത്തലഹ, അതിനു വേണ്ടി എന്താ കരുതി വെച്ചത്? അപ്പോൾ അദ്ദേഹം താഴേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, മാ അഅത്തുലഹ കസ്റത സ്വലാത്തി വലാസിയാം. സഹാബി ആയതുകൊണ്ടാണ്, വലിയ ആയതുകൊണ്ടാണ് മറുപടി. അസാബൊക്കെ വലിയാണ്. അവർ പറഞ്ഞു, മാ അഅത്തുലഹ കസ്റത സ്വലാത്തി വലാസിയാം, ഞാൻ അതിനു വേണ്ടി കുറേ നിസ്കാരമോ കുറേ നോമ്പോ കരുതി വെച്ചിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എന്നാൽ എനിക്കൊരു ഗുണമുള്ളത്, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. അതായത് അവയവം കൊണ്ട് ചെയ്ത അമലുകൾ കേട്ടോക്കെ, അവയവങ്ങൾ കൊണ്ട് ചെയ്ത അമലുകൾ കുറവാണ്. പക്ഷെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമല്, സ്നേഹം, ഹുബ്ബ്, ഇഷ്ക്, ഇതെനിക്ക് കൂടുതൽ കുറച്ചുണ്ട്. മനസ്സിലായില്ല? ഇപ്പം ഇവിടെ പെട്ടെന്ന് ഇതിൻ്റെ ചർച്ച മാറി. എന്താ? മാതാ അഅത്തുലഹ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? മാ അഅത്തുലഹ കസുറത്ത സലാത്തിൻ വലാസിയാം, ഞാൻ ഒരുപാട് നോമ്പോ നിസ്കാരമോ കയ്യിലുള്ള ആളല്ല. അപ്പം എൻ്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത അമൽ കുറവാണ്. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എന്നാലും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹം എന്ന സാധനം എന്താ? അതൊരു വികാരമാണ്. അത് എവിടെ നിന്നുണ്ടാവുക? കൽബിൽ നിന്നുണ്ടാവുക. അത് കാണാണ്ടാവില്ല, സ്നേഹം കാണിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനോടുള്ള സ്നേഹം, ഒരു മനുഷ്യന് ഷെയ്ഖിനോടുള്ള സ്നേഹം, ഒരു മനുഷ്യന് മഷായിഖന്മാരോടുള്ള സ്നേഹം, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം, അത് പുറത്ത് കാണിക്കാൻ കഴിയില്ല. ലൗ കുന്തു അഅലമു അന്നീ മാ ഉവഖിറുഹു ഖതംതു സിർറൻ ബദ ലാ മിൻഹു ബിൽ ഖത്മി. ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രി ഒരു മനുഷ്യന്റെ ഹുബ്ബിന്റെ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ മാ അഅത്തുലഹ ഇത് എന്ന് കസ്റത്ത് സലാത്തിൻ വലാ സിയാം, ഖൽബിയായ അമലേ ഉള്ളൂ, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പിന്നെ അമലുകളില്ല, അത് കുറവാണ് എന്ന് സഹാബി പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅൻത മഅ മൻ അഹബ്ബ, അപ്പോൾ നീ ആരെ സ്നേഹിക്കുന്നോ സ്നേഹിക്കുന്നവരോട് കൂടെയാണ്. അപ്പൊ കൽബിയായിട്ടുള്ള മഹബത്ത് കൊണ്ട്, മഹബത്ത് എന്ന് പറയുന്ന അമലിന്, കൽബിയായ അമലിന് ജവാരിയായ അമലുകളെക്കാളും പ്രതിഫലമുണ്ട്. ഇങ്ങനെ ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടുള്ള അടുപ്പം വരുന്ന സമയത്ത് നടക്കുന്ന തൗബയും മഖബൂലല്ല. അല്ലാത്ത സമയത്തൊക്കെ തൗബയുടെ വാതിൽ തുറന്നിട്ടതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അടിമ തൗബ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഈ തൗബയുടെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം വത്തുലുബ് മതാബൻ ബിന്നദാമത്തി മുഖലിഅ വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബല. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റഹിമഹുല്ലാഹ് അത് കീഴിൽ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. വത്തുലുബ് മതാബൻ, നീ തൗബയെ തേടണം. ബിന്നദാമ, നിന്റെ സങ്കടത്തോടൊപ്പം.
അത് വലിയ പോയിന്റാണ്. ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ അത്തൂബുല്ലാണ്ട് കാര്യമില്ല. ഭിന്നദാമ, നിന്റെ സങ്കടത്തോടൊപ്പം. അവിടുത്തെ ബാഹിന് മായന്റെ മേനെയാണ്. ഭിന്നദാമ ഈ മാന്യദാമ, നീ ചെയ്തു പോയി എന്ന കുറ്റം ആണെന്ന ബോധ്യം എനിക്കുണ്ടാവണം. ഞാൻ ചെയ്തത് ശരിയല്ല, കുറ്റമാണ് എന്ന ബോധ്യമുണ്ടാകണം. രണ്ട്, ആ ബോധ്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന ദുഃഖമുണ്ടാകണം. സൂഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ നിൽക്കുന്നത് നഫ്സുൽ ലവ്വാമത്തിലാണ്, നഫ്സുൽ അമ്മാറത്തിലാണ്. ആ കുറ്റത്തിൽ നിന്നൊരു മനുഷ്യൻ ദുഃഖം തോന്നുമ്പോൾ ഉണ്ടാകുന്ന നഫ്സുൽ ലവ്വാമത്തിലാണ്. ഒരു കുറ്റം നിങ്ങളിൽ നിന്ന് അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ നിങ്ങൾക്ക് ബോധ്യമാകുന്ന തെളിവ്, നിങ്ങൾ തായ്പാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രകടമാകുന്ന തെളിവ്, ഒരു കുറ്റത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാതെ വരിക എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഒരു ദോഷത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാതെ വന്നാൽ, ആ ഒരു അവസ്ഥ വന്നാൽ നിങ്ങളുടെ റൂഹിന് ദാത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നഫ്സ് മെല്ലെ നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ ലവ്വാമയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ വിമർശിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാനപ്പോൾ അത് ഒരായത്ത് ഓതായിരുന്നു ഓതിയില്ല, ഒരു ഫാത്തിഹ ഓതായിരുന്നു ഓതിയില്ല, ഒരു യാസീൻ ഓതായിരുന്നു ഓതിയില്ല, ഒരു രാത്രിയൊക്കെ എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഞാൻ മറ്റ് പല കാര്യങ്ങൾക്കും രാത്രി ഉറക്കം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയിട്ടുണ്ട്, പന്ത് കളിക്കാൻ പോയിട്ടുണ്ട്. അതിനൊക്കെ രാത്രികൾ ഒരുപാട് ഉറങ്ങാതിരുന്ന മനുഷ്യനാണ് ഞാൻ. കല്യാണങ്ങളിൽ ആഘോഷങ്ങളിലൊക്കെ ഞാൻ ഉറക്കം ഒഴിവാക്കി ജീവിച്ച മനുഷ്യനാണ്. ഒരു റമദാനിലെ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാതിരുന്ന് സുന്നത്ത് നിസ്കരിക്കായിരുന്നു എന്നൊരു വിമർശന ബോധം നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ വിമർശിച്ചു തുടങ്ങുക. നിങ്ങൾ വിമർശിക്കുമ്പോൾ എന്തിനൊക്കെ വിമർശിക്കും? നിങ്ങൾ ഉറക്കത്തിനെ, നിങ്ങൾ ഉണർച്ചയെ, നിങ്ങളുടെ പഠനത്തിനെ, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനെയും നിങ്ങൾ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താ? രണ്ടാമത്തെ ആൾക്കുള്ള വിമർശനം ഉണ്ടാവില്ല എന്നുള്ള. ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിന്റെ കുറവിൽ ബോധ്യമായി വന്നാൽ അയാൾക്ക് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നാണ്. കാരണം മറ്റുള്ളവരിൽ കാണുന്ന എന്തൊക്കെ കുറവുണ്ടോ അതിനേക്കാളേറെ കുറവ് സ്വന്തം ദാത്തിൽ കാണുമ്പോൾ അയാൾ ഒരു തരം നിസ്സംഗനാവും. അതുകൊണ്ടാണ് ശറഅ് അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ഒക്കെ ഫർദ് കിഫാക്കിയത്. ഇത് ഫർദ് കിഫ നിലക്കെങ്കിലും ആലിമീങ്ങൾ പറയട്ടെ വെച്ചിട്ട്. ഇപ്പൊ പറയാതിരിക്കല ആയിരിക്കും നല്ലതെന്ന് കോലത്തിൽ ഈ അംറും ബിൽ മഅറൂഫിന്റെ നഹ്യുൻ മുൻകറിന്റെ ഒന്നും തരീഫ് പോലും മനസ്സിലാക്കാത്ത ആൾക്കാർ ഇപ്പൊ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുക എന്നൊക്കെ അർത്ഥം വെക്കുന്നുണ്ടായിരുന്നു. അൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ മാ ഉലിമ മിനദ്ദീനി ബിൽ ദറൂറത്തിന, ദീനിൽപ്പെട്ടതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം, അതാണ് മഅറൂഫ്. മുൻകർ എന്ന് പറഞ്ഞാലോ മത്തഫഖ അലൈഹി അയിമ്മത്തുൽ അർബഅത്തി അലാ ഹിർമത്തിഹി, ഒരു കാര്യം ഹറാമാണെന്നതിൻ്റെ പേരിൽ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഏകാഭിപ്രായക്കാരായ കാര്യം ഏതാണോ അതാണ് ഹറാമ്, മുൻകറാത്ത്. പോട്ടെ. അപ്പോ ഈ ഒരു കാര്യം നിലനിൽക്കണോണ്ട് അംറും ബിൽ മഅറൂഫും നഹ്യു അനിൽ മുൻകറും വേണം എന്ന നിയമമുള്ളത് കൊണ്ടാണ് സ്വയം വിമർശകരായ ഇമാം ഷാഫി തങ്ങളെ പോലെ, ഇമാം അബു ഹനീഫത്തുൽ കൂഫിയെ പോലെ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ള വലിയ വലിയ മനുഷ്യന്മാർ ഈ തെറ്റുകൾക്ക് നേരെ ശബ്ദിച്ചത്. അങ്ങനെ അല്ലെങ്കിൽ തെറ്റ് വിമർശിക്കാൻ ആളില്ലാതെ വരുമെന്ന കാരണം കൊണ്ടും മുൻകറാത്ത് വ്യാപിക്കുമെന്ന കാരണം കൊണ്ടുമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ വിമർശിച്ച് തുടങ്ങുന്നിടത്താണ് തോബയുടെ ബാലപാഠം. അത് താബല്ലാഹു അലൈഹിം ലിയതൂബു, അവരെ തൗബയെ അള്ളാഹു സ്വീകരിച്ചു. എന്തിനു വേണ്ടി? അവർ തൗബ ചെയ്യാൻ വേണ്ടി എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ അതാ വരിക. ഇതിങ്ങനെ ഈ ദുഃഖം ഇങ്ങനെ കറങ്ങി 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 വരുമ്പോൾ മനസ്സിലാകും. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റിവായത്ത് ചെയ്ത യുദ്ധത്തിന് തൊട്ട് പിന്തിയ സഹാബികളുടെ ബാനി സലാസത്തില്ലത്തി തഖല്ലഫു എന്ന് പറഞ്ഞ ആയത്തില്ലേ, അതിന്റെ വിശദീകരണത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹത്ത ലാഖത്ത് അലൈഹിമുൽ അർദ് ബിമാ റബുഹത്, ഈ ഭൂമി പോലും അവർ ജീവിച്ച മദീന മറ്റേതോ രാജ്യമായതുപോലെ തോന്നി. ഭാര്യമാർ നഷ്ടമായി, മക്കൾ നഷ്ടമായി, സുഹൃത്തുക്കൾ നഷ്ടമായി.
ആ കുറ്റത്തിന്റെ ശിക്ഷ ഇങ്ങനെ വന്ന് 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 ഹത്ത ലാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റബഹത്, ഹത്ത ലാഖത്ത് അലൈഹിമുൽ അർളു, ഭൂമി അവർക്ക് പറ്റക്കുടുസായി തോന്നി, ആ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോടും കൂടി. ഖൈബർ റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, ഞാൻ ഒരാളെ സലാം പറഞ്ഞാൽ തലതിരിക്കും, ഞാൻ മറ്റേതോ ഒരു പട്ടണത്തിൽ പോയതുപോലെ, മറ്റേതോ നാട്ടിൽ പോയതുപോലെ, മറ്റേതോ ദേശത്ത് പോയതുപോലെ, മറ്റുള്ള ആളുകളെ കാണുന്നത് പോലെ, അനുജനും ജ്യേഷ്ഠനും സഹപാഠിയും ഒന്നിച്ച് യുദ്ധം ചെയ്തവരും ഒന്നിച്ച് കഥ എഴുതിയവരും പാട്ട് പാടിയവരും ഒന്നും മിണ്ടണില്ല. അപ്പൊ ഈ ഭൂമി മറ്റെന്തോ, മദീന മറ്റെന്തോ ആയതുപോലെ എനിക്ക് തോന്നി എന്ന് പറയുന്ന അദ്ദേഹത്തെ വിമർശിച്ച അവസ്ഥയാണ്. തിരിയുണ്ടല്ലോ, ലഖത്താബല്ലാഹു അലൈഹിം ലിയതൂബു. ഈ ഒരു മാനസികാവസ്ഥ ഒരു മനുഷ്യന്റെ കൽവിൽ ഉണ്ടായിത്തീരുമ്പോൾ അപ്പോഴാണ് അയാള് നദാമത്തോടു കൂടിയുള്ള തോപ ഉണ്ടാവുള്ളൂ. അങ്ങനെ മുഖ്ലിഅൻ അവന്റെ ദോഷത്തിനെ അവൻ തന്നെ പറിച്ചെടുത്തവനായ അവസ്ഥ. ഈ ഖല എന്ന് പറഞ്ഞാല് അറബി ഭാഷയിൽ ഉപയോഗിക്കൽ എപ്പോഴാണോ, മുള്ള് കാലിലേക്കൊക്കെ തറച്ച് കയറിയാൽ സാഹസപ്പെട്ട ഒരാൾ അതിനെ പറിച്ചെടുക്കും. മുള്ളും ആരൊക്കെ കയറിയാൽ, ആണിയൊക്കെ കയറിയാൽ അത് പറിക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അങ്ങനെ പറിച്ചെടുക്കലോടുകൂടെ ദോഷത്തിന് മുഴുവനും നീ പിഴുതെടുക്കുന്നതോടുകൂടെ എന്ന് പറയുമ്പോൾ തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ആമുഖം ശരിക്കും മനസ്സിലാക്കണം. ദോഷം എന്ന് പറയുന്നത് പ്രകൃതിയായി മാറുന്ന കാര്യമാണ്. ഈ മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. മലക്കിന്റെ പ്രകൃതിയിൽ അതില്ല. ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. മലക്കിന്റെ പ്രകൃതിയിൽ തെറ്റിലേക്കുള്ള ഒരു ചായ്വില്ല. പക്ഷെ മനുഷ്യൻ ജന്തുശാസ്ത്രപരമായ ഒരു ജന്തുവാണ്, ഹയവാൻ നാത്തിഖാണ്. അപ്പൊ അതിലെന്തുണ്ടാവും? ജന്തു സഹസമയ സ്വഭാവം ഉണ്ടാവും. ഈ ജന്തുവിനെ സംസ്കരിക്കാനാണ്, രണ്ട് കാലിൽ നടക്കുന്ന ജന്തുക്കളെ സംസ്കരിക്കാനാണ് വഹി ഉണ്ടായതും തർബിയത്തുണ്ടായതും, മശായിഖന്മാർ വന്നതും, തസ്കിയത്തുണ്ടായതും, ആയത്തുകൾ ഉണ്ടായതും, ഹദീസ് ഉണ്ടായതും. ഈ അമ്പ്യാക്കന്മാരെയൊക്കെ നിയോഗിച്ചു. അതാണ്. അപ്പം ഒരു കാര്യം ശരീരത്തിലേക്ക് അരുതി ചേർന്നാൽ അതിനെ, ആ ദോഷത്തിനെ പറിച്ചെടുക്കുക എന്ന സാഹസമാണ്. അങ്ങനെ ആ ദോഷത്തിനെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നീ ദുഃഖത്തോടുകൂടി തൗബ ചെയ്യണം. പിന്നെ ഇനിയൊരു ഭാവിയിൽ ഈ തെറ്റിലേക്ക് ഞാൻ മടങ്ങിയില്ല എന്ന് ഉറപ്പുണ്ടാവണം, ഉറപ്പിക്കണം. തിരിഞ്ഞില്ല അപ്പൊ ചെറിയൊരു സംശയം വരില്ലേ? ഭാവിയിൽ ഞാൻ ആ ദോഷം ചെയ്യില്ല എന്നതിൽ ആളെന്താകണം? ഉറച്ചു നിൽക്കണം. അപ്പോ ആ ഉറപ്പുണ്ടാവണം. ഇനി ഞാൻ ചെയ്യൂലെന്ന്. ചെയ്തു പോയാലോ തോബന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ. എത്രത്തോളം ദോഷങ്ങൾ ആവർത്തിക്കപ്പെടുന്നോ അത്ര തന്നെ ഈ തോബയും ആവർത്തിക്കണം. പക്ഷെ തോബ ചെയ്യുമ്പോൾ ഈ തോബ ചെയ്തിട്ട് നാളെ തുടങ്ങാന്നുണ്ടായിരുന്നത്. ഇന്ന് കള്ളുകുടിച്ചതിൽ തോബ ചെയ്തിട്ട് നാളെ നമുക്ക് കള്ളുകൂടി തുടങ്ങാം. റമദാനിലെ തോബ ചെയ്യുക, റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നുണ്ടെങ്കിൽ റമദാനിലെ തോബ മഖ്ബൂലല്ല. ഭാവിയിൽ ഉണ്ടാവരുത്. മനുഷ്യന്മാരുടെ എല്ലാ ഹക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അതിന് ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊരുത്തപ്പെടിക്കണം, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കുകയോ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യണം. അതൊക്കെ തോബയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു തായിബ്, ഒരു തോബ ചെയ്യുന്ന ആൾ, അയാൾ പുതിയൊരു ജീവിതത്തെ, പുതിയ സാഹചര്യത്തെ, പുതിയൊരു സംവിധാനത്തെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ കാര്യമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം തൗബയാണ്. തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് അർത്ഥമറിയാത്ത കുറേ പദങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ച് ഒരാളിങ്ങനെ ഒരു ഏടിൽ നോക്കി വായിച്ച് ബാക്കിയുള്ളവർ അത് ആവർത്തിച്ച് വായിച്ച്, അല്ലെങ്കിൽ ഒരാൾ പരിഭാഷ വായിച്ചു കൊടുത്ത് ബാക്കിയുള്ള ആളുകൾ ഏറ്റു വായിച്ച്, ആ ഒരു ചടങ്ങല്ല. ആ ചടങ്ങിനെ
മാനസികമായി പാകപ്പെടുകയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തോപ ഉണ്ടാവുകയും ചെയ്യണം. എത്രത്തോളം തോപ ആവർത്തിക്കണോ അത്രയും നല്ലതാ. ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫീ കുല്ലി യൗമിൻ 100 മറ ഖാല റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുന്നു, ഞാൻ തൗബ ചെയ്യുന്നു. ഫീ കുല്ലി യൗമിൻ, എല്ലാ ഓരോ ദിവസവും, ഓരോ ദിവസവും. അക്സറ മിൻ 100 മറത്തൻ, 100 മറയേക്കാൾ 100 പ്രാവശ്യത്തിനേക്കാളേറെ ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. 70 മറ എന്ന റിവായത്തുണ്ട്, 100 മറ എന്ന റിവായത്തുണ്ട്. അപ്പോൾ 100 വട്ടം, 100 അധിക വട്ടം, 70 വട്ടം എന്നൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇത് വെച്ചിട്ട് ചില ആളുകൾ മനസ്സിലാക്കുന്നത് നബി തങ്ങൾ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ തൗബ ചെയ്യുന്നതെന്നാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്. ഒരു ദിവസം 100-ലധികം കുറ്റം ചെയ്യുന്ന ഒരു ക്രിമിനലായിട്ട് നബി തങ്ങൾ ആരും മനസ്സിലാക്കരുത്. അത് ചില വായനകളുടെ അബദ്ധമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ശുദ്ധിയത നബി തങ്ങൾ മഅസൂമാണ്, പാപസുരക്ഷിതനാണ്. ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി കൊണ്ടല്ലാതെ സംസാരിക്കൂല. എന്ത് കാര്യം പറയണമെങ്കിൽ നബി തങ്ങൾക്ക് വഹി ഉണ്ടാകണം. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബയെ ആവർത്തിക്കുന്നത്, ഈ തൗബയെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ റൂഹിയായ വളർച്ചയ്ക്കുള്ള റുത്തുബ വർദ്ധിക്കാനുള്ള അടിസ്ഥാന കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തിരിഞ്ഞില്ല. ഈ ബൈന സജദ, 2 സുജൂദുകൾക്കിടയിൽ നമ്മുടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 സുജൂദിന്റെ ഇടയിലുള്ള ദുആ മുസ്തജാബാണ്. ഫസ്അലുല്ലാഹൽ ആഫിയ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കണം. അഫ്ദലുൽ നിഅമത്തി ബഅദൽ ഈമാനി അൽ ആഫിയ. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ കാര്യമായ ഒരു നിഅമത്ത് ആഫിയത്ത് ഉണ്ടാവുക എന്നതാണ്. അർറജുൽ ഖവിയ്യു അഹബ്ബ ഇലല്ലാഹി മിൻ റജുലിൽ ദഈഫ് ഖാല റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരോഗ്യമുള്ള മനുഷ്യനെ അള്ളാഹുവിന് ആരോഗ്യവാനല്ലാത്തവനേക്കാളും ഇഷ്ടമാണ്. അർറജുൽ ഖവിയ്യു അഹബ്ബ ഇലല്ലാഹി മിൻ റജുലിൽ ദഈഫ്. ആരോഗ്യ സംരക്ഷണം ഈമാൻ സംരക്ഷണത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാ. ശരിക്കും പറഞ്ഞാൽ ഈ 2 സുജൂദുകൾക്കിടയിലുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. അവിടെ നിങ്ങൾ ആഫിയത്തിന് ചോദിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബി ഗഫിർലി വർഹംനി വഅഫു അന്നി ഉണ്ടോ? റബ്ബി ഗഫിർലി എന്ന് എവിടെ പറയുന്നുണ്ട്? 2 സുജൂദുകൾക്കിടയിലുള്ള ദുആയിലും മഗ്ഫിറത്ത് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം ആദ്യത്തെ റക്അത്ത് നിസ്കാരം വലിയ കുറ്റമായി എന്നല്ല. 1-ാമത്തെ റക്അത്ത് നിസ്കാരത്തിലെ സുജൂദ് കുറച്ച് കുറ്റമായതുകൊണ്ടല്ല റബ്ബി ഗഫിർലി എന്ന് പറയുന്നത്. മറിച്ച് അത് ആ സുജൂദിന്റെ റുത്ബയെ വർദ്ധിപ്പിക്കാനുള്ളതാണ്. 2-ാമത്തെ സുജൂദിന്റെ റുത്ബയെയും വർദ്ധിപ്പിക്കാനുള്ളതാണ്. തൗബയുടെ റബ്ബി ഗഫിർലി വഅതൂബു ഇലൈഹി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കുറ്റം ചെയ്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കരുത്. ഞാനിപ്പോൾ തൗബ ചെയ്യാൻ മാത്രം വലിയ കുറ്റം ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും മുത്താലിമീങ്ങൾക്ക് തോന്നരുത്. നമ്മൾ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാന്നുള്ള അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ദോഷങ്ങളിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ തായിബായ മനുഷ്യന് മനസ്സിൽ അതിനോട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ഉണ്ടാകണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പം നമുക്കിന്ന് കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി മശായിഖിൻ്റെ പേരിൽ യാസീനൊക്കെ ഓതി ദുആ ചെയ്യണം. 2-ാമത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ലൈലത്തുൽ ഖദറാണ്. അള്ളാഹു ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയപ്പെടുന്ന ഒരു പദമായി മാറുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സാങ്കേതികമായ അർത്ഥം എന്താ? ഖദറിൻ്റെ രാവ് എന്നാ. എന്താ ഖദർ? അൽ ഖദറു ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഖദറിലെ ഖൈറും ഷർറുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് നമ്മൾ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഖദർ. തിരിഞ്ഞോ? അപ്പം അതിനർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എന്താ? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാലോ അള്ളാഹു കാര്യങ്ങളെ നിശ്ചയിക്കുന്ന ദിവസം, അള്ളാഹു കാര്യങ്ങളെ
നിശ്ചയിക്കുന്ന ദിവസം. അതൊരു മനുഷ്യന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് വേറൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഒരു ലൈലത്തുൽ ഖദറിന്റെ രാവാണെങ്കിൽ നമുക്ക് അള്ളാഹു ദുആക്ക് ഇജാബത്ത് ചെയ്താൽ, നമ്മളെ തോബ അള്ളാഹു സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മളെ ദോഷങ്ങളൊക്കെ ബദ്ദൽന സയ്യിആത്തുഹും ഹസനാത്ത്, എല്ലാ ദോഷങ്ങളുടെയും അള്ളാഹു എന്താക്കി മാറ്റുന്ന അള്ളാഹ് പറഞ്ഞത്? നന്മയാക്കി മാറ്റും. എല്ലാ തിന്മകളെയും അള്ളാഹു നന്മയാക്കി മാറ്റും. അള്ളാഹു വീടിൽ ആ തിന്മകളെ മുഴുവനും നന്മകളാക്കി മാറ്റും. ഒരാൾ ഷഖിയാണെങ്കിൽ, അള്ളാഹുവിന്റെ അസ്ലിയായ ഖലായിൽ അയാൾ നരകത്തിൽ പോകേണ്ട ആളാണെങ്കിൽ അള്ളാഹു അയാളെ സഈദാക്കും. ഒരാൾ രോഗിയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് ശിഫ കൊടുക്കും. ഒരാൾ ഫക്കീറാണെങ്കിൽ അള്ളാഹു അയാൾക്ക് ഖിന കൊടുക്കും. ഒരാൾ മുത്തക്കബ്ബിറാണെങ്കിൽ അള്ളാഹു അയാൾക്ക് തവാദു കൊടുക്കും. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടോ, അതിൻ്റെ ഒക്കെ വിപരീതം സംഭവിക്കും. അതാണ് ഖദറിന്റെ രാവിന്റെ പ്രത്യേകത. അങ്ങനത്തെ മഹത്തരമായൊരു രാവ് അള്ളാഹു നിശ്ചയിച്ചത് റമദാനിലാണ്. എന്താ കാര്യം? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ വാർഷികം, പരിശുദ്ധ ഖുർആൻ എന്ന ഹിദായത്തിന്റെ മഹാകിതാബിനെ അള്ളാഹു ഇറക്കിയതിന്റെ വാർഷികം. ആ വാർഷികത്തിൽ, ഖുർആന്റെ വാർഷികമല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു പോകരുത്. ഖുർആൻ മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ അസ്ലിയായ ദാത്തിയായ കലാമിന്റെ മേൽ അറിയിക്കുന്നതാണ്. ഖുർആൻ മഖ്ലൂഖല്ല. ഖുർആൻ അള്ളാഹുവിന്റെ അസ്ലിയായ ദാത്തിയായ കലാമിന്റെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ്. ഖുർആൻ മഖ്ലൂഖല്ല. ഖൽഖുൽ ഖുർആൻ എന്നൊരു സംഭവം ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഖൽഖുൽ ഖുർആൻ അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അന്ന് കുരിശിലേറ്റിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സ അവരുടെ ദുആയും ശഫാഅത്തും നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോ ഖുർആൻ ഇറങ്ങിയതിന്റെ വാർഷികമാണ്. അതേതാ? പരിശുദ്ധ റമദാനിലാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതാണ് ഇപ്പൊ ഖുർആനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയതാ. ശഹ്റു റമദാൻ, റമദാൻ മാസം, ഉൻസില ഫീഹിൽ ഖുർആൻ, അന്ന് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. എന്താ ഖുർആൻ? ഹുദൽ ലിന്നാസി, അത് മനുഷ്യർക്ക് സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിശദീകരണമാണ്. വൽ ഫുർഖാൻ, ശരിയെയും തെറ്റിനെയും വേർതിരിക്കുന്ന വസ്തുവുമാണ്. ഇപ്പൊ ഖുർആൻ ഇവിടെ 3 പദങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ടു. ഒന്ന് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്ത്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഹിദായത്തിന്റെ വ്യാഖ്യാനങ്ങൾ. വൽ ഫുർഖാൻ, പിന്നെ സത്യാസത്യങ്ങൾ വേർതിരിക്കുന്ന വസ്തു. ഇപ്പൊ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഓതിയാൽ മാത്രം മതി. ചില ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ ഇതിങ്ങനെ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തല്ല, പിന്നെ ആകാശശാസ്ത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഇസ്ലാം ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് മനുഷ്യന് കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഹിദായത്ത്, ബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഫുർഖാൻ. ഇതൊക്കെ അതിൽ കിട്ടുന്നതാ. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഖുർആൻ ധാരാളം ഓതാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഖുർആൻ ഇറങ്ങിയ മാസത്തിലാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഞാൻ ഖദ്റിന്റെ രാവിൽ ഖുർആൻ ഇറക്കി. ഖദ്റിന്റെ രാവ് എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസങ്ങളെക്കാളും പുണ്യം എന്ന് പറയുമ്പോൾ അവിടെ ചർച്ച ഉണ്ട്. അറബിയിൽ പറയുന്ന ഏറ്റവും വലിയ സംഖ്യ അൽഫാണ്, അല്ലേ? അറബി സംഖ്യ കണക്കിൽ ഏറ്റവും വലിയ സംഖ്യ അൽഫല്ലേ? പിന്നെ സലാസ അൽഫ്, ഹംസ അൽഫ് അങ്ങനെ പറയാം, അറബ അൽഫ് അങ്ങനെ പറയാം. അപ്പൊ ഈ അലിഫ് എന്നുള്ള പദമാണ് അറബി ഭാഷയിലെ ഏറ്റവും അവസാനം. അപ്പൊ നിങ്ങളൊരു പിന്നെ 1 മില്യൺ കൊടുക്കണമെങ്കിൽ എന്താ പറയാ? 100,000, 100,000.
എങ്ങനെ ഇശ്രീൻ അൽഫ് അഷ്റമി അൽഫ്, എവിടെയും അവസാന ഈ സാധനത്തിന്റെ പേരിൽ എന്തുണ്ടാവും? അൽഫ് ഉണ്ടാവും. അപ്പൊ അറബി ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സംഖ്യന്റെ പേരാണ് അൽഫ്. തിരിഞ്ഞില്ലേ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അപ്പൊ എല്ലാ 1000 മാസത്തെക്കാളും പുണ്യം എന്നൊരു പ്രയോഗമാണ്. പുണ്യം എത്രയെന്ന് കണക്കില്ലാത്തൊരു മാസം, ദിവസം. പുണ്യം എത്രയെന്ന് കണക്കില്ലാത്ത ഒരു ദിവസം. ചില ആളുകള് ഈ ഖൈറുമിൻ അൽഫി ഷഹറിന് 82 വർഷത്തെക്കാളും പുണ്യമായ ഒരു രാത്രി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കണക്കില്ലാത്ത പുണ്യമുള്ള രാവ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കണക്കില്ലാത്ത പുണ്യത. ഒരാളിപ്പോ ഒരു പക്ക തോന്നിവാസിന് അള്ളാഹു നരകത്തിലേക്ക് നിശ്ചയിച്ച ആളെ സ്വർഗത്തിലാക്കണു. ഒരു ഫക്കീറിനെ ഖനിയാക്കുന്നു, ഒരു ആലിമിനെ ജാഹിലാക്കുന്നു, ജാഹിലിനെ ആലിമാക്കുന്നു. ഈ പ്രവൃത്തി നടക്കുന്ന വല്ലാത്തൊരു മേഖല എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ പറ്റി ആലോചിച്ച് നോക്കി നിങ്ങള്. അള്ളാഹു പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ആ സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിന്റെ ഇൽമിലാണ് വജൂദായത്. കേട്ടോക്കി, അള്ളാഹുവിന്റെ ഇൽമിലാണ് വജൂദായത്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളെയും മനുഷ്യനെയും അവരുടെ അമാലുകളെയും ഒക്കെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോ ആ വസ്തു അള്ളാഹുവിന്റെ ഇൽമിൽ അള്ളാഹു വജൂദായി. ആ ഇൽമിലാണ്, അസ്ലിയായ അള്ളാഹുവിന്റെ ആദ്യവും അവസാനവും ഇല്ലാത്ത ഇൽമിലാണ് പ്രപഞ്ചം, മനുഷ്യൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. സ്വർഗം, നരകം ഒക്കെ. അതിൽ അള്ളാഹു അതിനെ ലൗഹുൽ അള്ളാഹുവിന്റെ അടുക്കലിലെ കിതാബിൽ എഴുതി. ഇല്ലാ ഇൻദഹു കിതാബുൽ മഅലൂം. അള്ളാഹുവിന്റെ അടുക്കൽ അത് ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു അതിനെ രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയതിൽ ഞാനും നിങ്ങൾ അടക്കം എല്ലാ മനുഷ്യന്മാരും ഉണ്ടാവും. അതിൽ ഒരു മനുഷ്യനെ പറ്റി അള്ളാഹു നിശ്ചയിച്ചൊരു ഖദർ ഉണ്ടാകും. ആ ഖദർ പ്രകാരമാണ് ഇപ്പൊ ഇന്ന് വരെ അയാൾ ഓടിയിട്ടുണ്ടാവുക. തിരിഞ്ഞോ? അള്ളാഹുവിന്റെ ഇൽമുൽ വുജൂദായി. പിന്നീട് പ്രപഞ്ചത്തിൽ അള്ളാഹു ഉദ്ദേശ സമയത്ത് നമ്മളെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സമയത്തൊക്കെ നമ്മൾ സഞ്ചരിച്ചത് ഏതാ? അള്ളാഹു നിശ്ചയിച്ച ഖലാ പ്രകാരം മാത്രമാണ് സംഭവിച്ചത്, സഞ്ചരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഖദറിൽ നമ്മൾ തൗബ ചെയ്തു, ദുആ ചെയ്തു കഴിയുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ, തീരുമാനങ്ങളുടെ രാത്രിയിൽ അള്ളാഹു ആ തീരുമാനത്തെ മാറ്റും. യംഹുല്ലാഹു മാ യശാഉ വയസ്ബുത്. അള്ളാഹു ഏടിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചതിനെ മാറ്റുകയും വേറെ ചിലതിനെ ചേർക്കുകയും ചെയ്യും. വഇൻദഹു ഉമ്മുൽ കിതാബ്. കാര്യങ്ങൾ നിർണയിക്കുന്ന ഉമ്മുൽ കിതാബ് അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ ഒരു ദിവസത്തിനാണ്, ഖദറുകൾ നിശ്ചയിക്കുന്ന ദിവസത്തിനാണ് എന്തെന്ന് പറയുന്നത്? ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഈ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാവരും പരിശ്രമിക്കണം, അല്ലാഹു തആല നമുക്ക് തെരുമാറാവട്ടെ. ഇപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതിന്റെ ചിന്ത ഇതാണ്. ഇനി കൂടുതൽ ഈ വിഷയം എങ്ങനെ പരത്തി പറഞ്ഞാൽ ചിലപ്പോൾ നേരം വെളുക്കൊക്കെ പോയി. ഇങ്ങനെ ചർച്ച ഇങ്ങനെ ഒരു രസകരമായി പോവുകയാണല്ലേ, ഒരു അന്തല്ലാതെ പോകും. അപ്പം അത്ര വേണ്ട, നമുക്ക് ഇനി കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് ലൈലത്തുൽ ഖദർ. അതൊരു കൂലിപ്പണിക്ക് കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടി നിശ്ചയിച്ച ദിവസമൊന്നുമല്ല. അത് അടിമ തൻ്റെ ഉടമയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. അന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ ഇറങ്ങി വരുന്ന ദിവസമാണ്. അള്ളാഹു അടിമകളുടെ ആഗ്രഹങ്ങൾ തീർക്കുന്ന ദിവസമാണ്. അള്ളാഹു അടിമകളുടെ തലബുകൾ കേൾക്കുന്ന ദിവസമാണ്. എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്നാൽ അള്ളാഹു തീർത്തിരുന്ന ദിവസമാണ്. പക്ഷെ എത്ര ഇതിന് സമയം ലൈലത്തുൽ ഖദറിന്റെ? ഇപ്പോൾ നടക്കുന്ന വേറെ കാര്യം കൂടി പറയാക്കാൻ വയ്യ. ഇപ്പൊ തറാവീഹ്സ്കാരം കഴിഞ്ഞ്, വിത്തറ് കഴിഞ്ഞ്, ഉസ്താദിന്റെ 10 മിനിറ്റ് പ്രസംഗം കഴിഞ്ഞ്, ഒരു യാസീനും കഴിഞ്ഞ്, കുറച്ച് ഇസ്തിഗ്ഫാറും കഴിഞ്ഞ് പോയാൽ ലൈലത്തുൽ ഖദറൊക്കെ നമ്മൾ ഭംഗിയാക്കി ആർക്കും തോന്നണ്ട. ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഖൈറും മിൻ അൽഫി ഷഹർ എവിടെ തുടങ്ങും, എവിടം വരെ അവസാനിക്കും? ഹത്താ മത്ലഇൽ ഫജ്ർ, സുബഹി ബാങ്ക് വരെ. അപ്പൊ അതില് സുന്നത്തായ അമാലുകൾ എല്ലാവരും വർദ്ധിപ്പിക്കാൻ നോക്കണം.
സുന്നത്ത് നിസ്കാരങ്ങളെ. അത് തസ്ബീഹ് നിസ്കാരമായാലും മുത്തലക്ക സുന്നത്ത് നിസ്കാരമായാലും അല്ലെങ്കിൽ ഖളാ ആയിപ്പോയ നിസ്കാരങ്ങളായാലും എന്തായാലും സുബഹി വരെ നിസ്കാരത്തിൽ ശുഗലാകാൻ വേണ്ടി നോക്കണം. നമ്മൾ പുതിയ കുറേ അദ്കാറുകളൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും ഏടുന്നൊക്കെ വായിക്കൊന്നും വേണ്ട. ഖുർആൻ ഓതുക, നിസ്കരിക്കുക, പരമാവധി നിസ്കരിക്കുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. അപ്പോൾ ഈ ഇന്നത്തെ രാത്രികളിൽ ചില പ്രത്യേകമായ രാവുകളിൽ ചില പ്രത്യേകതകളുണ്ട്. അതിൽ സുന്നത്ത് നിസ്കാരത്തിനൊന്നും കണക്കില്ല, എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. പക്ഷെ സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നിസ്കാരം ഈ രണ്ട് റക്അത്ത് സലാം വീട്ടണം. ഒന്നിച്ചൊരു ഘടിപ്പിക്കരുത്. 2 റക്അത്തൊക്കെ നിസ്കരിക്കുക, കുറേ നിന്ന് നിസ്കരിക്കുക, കുറേ ഇരുന്ന് നിസ്കരിക്കുക. എന്നിട്ട് അള്ളാഹും നിങ്ങളും തമ്മിൽ സംസാരിക്കുക, ഞാനും എൻ്റെ റബ്ബും തമ്മിൽ സംസാരിക്കുക. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. പ്രഭോ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നുണ്ട്. ഫഇന്നി ഖരീബുൻ, ഞാൻ തൊട്ടടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എൻ്റെ അടിമ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം നൽകും. അപ്പം നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും, അത് ആത്മീയമാവട്ടെ, അത് ഭൗതികമാവട്ടെ, അത് മാനസികമാവട്ടെ, അത് ശാരീരികമാവട്ടെ, ഇതൊക്കെ മാറ്റാൻ അള്ളാഹുവിൻ്റെ കുൻ എന്നൊരു കൽപ്പന ഉണ്ടായേ പറ്റൂ. അള്ളാഹു ആവുക എന്ന് പറഞ്ഞേ പറ്റൂ. അത് വേറൊരാൾക്ക് പറയാനുള്ള അധികാരമില്ല, ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുൻ അൽ-അംറു ബൈനൽ കാഫി വന്നൂൻ. അള്ളാഹു ഇദാ അറാദല്ലാഹു ഷൈഅൻ, അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യം ബൈനൽ കാഫി വന്നൂൻ, കുൻ എന്ന ലഫ്ദിന്റെ ഉള്ളിലാണ്. കാഫും നൂനും ചേരുന്നിടത്ത് കാര്യം ഉണ്ടാവും. ഇനിയിപ്പോ കാഫിന്റെ നൂന് സിറിലേക്ക് പോയാൽ നമ്മളെ ചർച്ച ഈ അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയ്ക്ക് വഴിമാറും. അപ്പൊ നമ്മള് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. ഒന്ന് ദുആ ചെയ്ത് അള്ളാഹുവിനോട് എല്ലാം പറയേണ്ട സമയം. അത് ഏറ്റവും വലിയ ദുആ ഏതാ? നിസ്കാരമാണ്. ഏറ്റവും വലിയ ദുആ ഏതാ? നിസ്കാരമാണ്. നല്ലോണം സുന്നത്ത് നിസ്കരിക്കണം. കുറേ നമ്മളിങ്ങനെ കുറേ മുത്തറാദിഫായ എന്താ പറയുക പര്യായ പദങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭംഗിയുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ വലിയൊരു കുറേ ആയക്കാരുടെ പദമൊക്കെ ഉപയോഗിച്ച് അറബി, മലയാളി, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ പാടെ പറഞ്ഞ് ഇതായിരുന്നിട്ട് മറ്റവൻ എവിടെയോ നിന്ന് ആമീൻ പറയുമ്പോഴൊക്കെ എന്തൊക്കെയോ ചില ചേരുവകളുടെ കുറവ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്വന്തമായി, ഇപ്പം നമ്മൾ കൂട്ടദ്വാര കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായി നിസ്കരിക്കുക, ദ്വാരക്കുക. എപ്പോഴാണോ പോകാൻ തോന്നുന്നത് അപ്പം എല്ലാവരും പോവുക, അല്ലേ? ആരോട് പ്രത്യേക സമയമൊന്നും വരണില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല അപ്പോൾ പോവുക. അതായിരിക്കും നല്ലത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശൈഖ് തങ്ങളെ പൊരുത്തത്തിലാക്കി നമുക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഞാൻ ദീർഘമായിട്ട് പറയല്ല, നിർത്തിക്കൊണ്ട് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് യാസീൻ ഓതുക. നമ്മളെ മംഗലാപുരത്തെ മൗലപ്പാപ്പ, ഇവിടുത്തെ ശൈഖ് തങ്ങളെ ബന്ദർ മൗല സാലി മൗല തങ്ങളെ ഷെയ്ഖാണ്. പിന്നെ മൗലപ്പാപ്പാൻ്റെ പേരിൽ, സാലി മൗല തങ്ങളെ പേരിൽ, കണ്ണിയാത്ത മൗലാൻ്റെ പേരിൽ, ഇവരൊക്കെ പേരിലും നമ്മളെ കുറേ സ്നേഹിതന്മാർ, നമ്മളെ കുറേ ഉസ്താദുമാർ, നമ്മുടെ കൂടെ ഈ പള്ളിയിലെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്ന കുറേ നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഖുർആൻ ഓതി നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ കുറേ രോഗമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ദാരിദ്ര്യമുള്ളവരുണ്ട്. അതൊക്കെ ഈ ഒരു രാത്രിയിൽ നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. يا ربنا برحمتك تقبل منا ما قدمناه من يسير أعمالنا. أوصل وبلغ ثواب ذلك إلى حضرة الروح حبيبك سيدنا معشوقنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين
وإلى حضرات أرواح بناته وأولاده وأهل بيته وأصحابه وذرياته كلهم أجمعين وإلى حضرات أرواح أصحابه البدريين والأحديين وجميع الشهداء كلهم أجمعين وإلى حضرات أرواح مشايخنا مشايخ سلسلة القادرية الجلالية والرفاعية والجشتية السابرية وسهروردية الكبروية الهمدانية قدس اللهم أسرارهم وارض عنهم وارحمنا معهم يا رب العالمين خاصة منهم القطب الرباني والغوث السمداني الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة الروح سلطان العارفين بالعباسي الشيخ يا سيدي أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة الروح قدوة الإمام مرشد الكرام شيخ الإسلام الشيخ ضياء الدين بن نجيب عابد القاهر السهروردي قدس الله سره العزيز وإلى حضرة الروح عطاء الرسول بلعة البطول سلطان الهند سيدنا خواجة معين الدين الجشتي الأدميدي قدس الله سره العزيز وإلى حضرة الروح حبيب الله معطفي حب الله الغوثي الشيخ السيد محمد جلال مولى مستان البخاري قدس الله سره العزيز وإلى حضرة الروح شيخ المشايخ ونور المشايخ الشيخ محمد الصالح المولى قدس الله سره العزيز وإلى حضرة الروح شيخنا مربنا مرشدنا وسيلتنا شيخ عبد الله القادري المولى قدس الله سره العزيز يا ربنا احفظ علينا من فيوضاتهم وحمنا بحمايتهم وانصرنا بنصرتهم وأمدنا بمددهم وبارك لنا ببركاتهم وتقبل منا ما قدمناه من يسير أعمالنا بحقوقهم اللهم اجعلنا من الشاكرين واجعلنا من الذاكرين واجعلنا من المتوكلين اللهم اجعلنا برحمتك من الزاهدين اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف عنا أيدي الكافرين والمنافقين والظالمين والمتكبرين والحاسدين والساهرين اللهم نجنا من فتنتهم ومن كيدهم ومن مكرهم ومن ظلمهم يا رب العالمين اللهم يا ربنا اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا برقاب من تعلقوا بنا من الديون والمظالم والنار اللهم يا ربنا زملنا بلطفك الخفي يا خفي اللطف يا لطيف يا رب العالمين اللهم زملنا بلطفك الخفي يا خفي اللطف يا لطيف يا رب العالمين اللهم زملنا بلطفك الخفي يا خفي اللطف يا لطيف يا رب العالمين